25 വർഷത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് US പ്രസിഡന്റ് കൂടിക്കാഴ്ച നടന്നു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെ ട്രംപ് വിശേഷിപ്പിച്ചത് ശക്തനായ പോരാളി എന്നാണ്. ഒരു കാലത്ത് ജയിലിൽ അടച്ചു, പിന്നീട് കൈകൊടുത്തു എന്നതാണ് സ്ഥിതി. അഹമ്മദ് അൽ ഷറ നേരത്തെ അറിയപ്പെട്ടിരുന്നത് അബു മുഹമ്മദ് അൽ ഗോലാനി എന്ന പേരിലാണ്. ഇറാഖ് യുദ്ധത്തിനിടെ ഗോലാനിയുടെ തലയ്ക്ക് അമേരിക്ക $1 കോടി വിലയിട്ടു. അൽ ഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ ഗോലാനിയെ US സൈന്യം 2006 മുതൽ 2011 വരെ ജയിലിൽ അടച്ചു. ബഷാർ അൽ അസദിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി മോചിപ്പിച്ചു. അസദിനെതിരായ പോരാട്ടത്തിന് അൽ ഖ്വയ്ദ പിന്തുണയോടെ 2012 അൽ നുസ്ര ഫ്രണ്ട് രൂപീകരിച്ചു. സംഘടനയെ IS-നോട് ചേർക്കാനുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ശ്രമം അഹമ്മദ് അൽ ഷറ ചെറുത്തു. 2016 അൽ ഷറ അൽ ഖ്വയ്ദ ബന്ധം വിച്ഛേദിച്ച് ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന സംഘടന രൂപീകരിച്ചു. ബഷാർ അൽ അസദിനെ നാടുകടത്തി. 2025 ജനുവരിയിൽ സിറിയൻ പ്രസിഡന്റായി ചുമതലയേറ്റു. ഇനി ഇന്ത്യ താലിബാന് കൈകൊടുത്ത കാര്യമാണ്. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ തയ്യാറെടുത്തു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും ഫോണിൽ സംസാരിച്ചു. പെഹൽഗാം ആക്രമണത്തെ അപലപിച്ച താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ നന്ദി അറിയിച്ചു. ഇന്ത്യൻ മിസൈൽ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചെന്ന പാക് വാദം തള്ളിയതിനും ഇന്ത്യ താലിബാന് നന്ദി പറഞ്ഞു. 2021 അഫ്ഗാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം മന്ത്രിതലത്തിൽ ഇന്ത്യ താലിബാനെ ബന്ധപ്പെട്ടത് ഇതാദ്യമാണ്. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിൽ താലിബാനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. വികസനത്തിനും ക്ഷേമത്തിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന സന്ദേശം പങ്കുവച്ചു. ഇന്ത്യ ഇതുവരെയും താലിബാനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. വ്യാപാര ബന്ധം സജീവമാണ്. താലിബാൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. അപ്പോഴും ഇന്ത്യയുടെ നിക്ഷേപങ്ങളെ നോക്കി നടത്തിപ്പിക്കാനായി സാങ്കേതിക സംഘം അഫ്ഗാനിസ്ഥാനിൽ തുടർന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ദുബായിൽ വെച്ച് താലിബാൻ വിദേശകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അട്ടാരി അതിർത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ എത്തിക്കുന്നതിനായും തുറന്നു നൽകി.